കണ്ണൂർ കോർപ്പറേഷന്റെ കോൾ സെന്റർ പ്രവർത്തനം ഏറെ പേർക്കാണ് ആശ്വാസമാകുന്നത്. കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ പോലീസ് അടച്ചിട്ടതോടെ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ അവശ്യ സാധനങ്ങൾക്കായി കോൾ സെന്ററിൽ ഏറെ ഫോൺ വിളികളാണ് ഇപ്പോൾ എത്തുന്നത്. ലോക്ഡൌൺ നീളുമ്പോൾ കണ്ണൂർ നഗരത്തിലടക്കം ആർക്കും സാധനങ്ങൾക്കായി പുറത്തുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ജില്ലാ പഞ്ചായത്താണ് ആദ്യം അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ കോൾ സെന്റർ തുടങ്ങിയത്. ജില്ലാ പഞ്ചായത്ത് കോൾ സെന്റർ വിജയമായപ്പോൾ കണ്ണൂർ കോർപ്പറേഷനും ഈ ദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു. വളരെ വിശ്വാസയോഗ്യമായി കൈകാര്യം ചെയ്യുന്നു. ഇത് തുടങ്ങാൻ ഇതെങ്ങനെ ഇവർക്ക് ഇത് ഐഡിയ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ കോൾ സെന്റർ വളരെ നോവലായ ഒരു ഐഡിയ. കോർപ്പറേഷൻ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്, സൽബുദ്ധി തോന്നിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഇതിന്റെ കോർപ്പറേഷൻ മേയറോടും ഡെപ്യൂട്ടി മേയറോടും കൗൺസിലർമാരോടും ഞാൻ എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഈ പ്രവർത്തനത്തിന് നല്ല ആശംസകൾ. ജനം ഇതിനെ നെഞ്ചോട് ചേർത്തു എടുത്തു. കാരണം അങ്ങനെ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് അത്ര വിശ്വാസം ഈ കോൾ സെന്ററിൽ വന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ അടിക്കടി വരുന്ന ഈ കോൾ വിളി. അതുകൊണ്ട് തന്നെ ഇതൊരു സക്സസ് ആയ ഒരു പ്രൊജക്റ്റായി ഞാൻ ഇതിനെ കാണുകയാണ്. ഭാവിയിൽ ജനങ്ങൾക്കൊരു സഹായഹസ്തം നൽകേണ്ടുന്ന കോർപ്പറേഷന്റെ ഒരു നല്ല തുടക്കമായി ഞാൻ ഇതിനെ കാണുന്നു. എല്ലാ ആശംസകളും. നിത്യോപയോഗ സാധനങ്ങളും മരുന്നും പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണം, ചെടികൾക്ക് ആവശ്യമായ വളങ്ങൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങളുടെ ലിസ്റ്റാണ് കോൾ സെന്ററിലെ ഫോണിലേക്ക് വിളിവരുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്ക് ജനങ്ങളിൽ നിന്നും സാമൂഹിക അകലം ഈ കാലത്ത് പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോഴാണ് സാമൂഹ്യ പ്രവർത്തകർക്ക് കൂടുതലായി സംതൃപ്തിയോടെ പലതും ചെയ്യാനാവുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ സാമൂഹിക അടുക്കള ഇതിന് ഒരു ഉദാഹരണമാണ്. രാവിലെ പുട്ട്, ഉച്ചക്ക് ഊണ്, വൈകിട്ട് ചായയും പലഹാരവും, രാത്രി ചപ്പാത്തി. ഇങ്ങനെ ഏറെ ദിവസങ്ങളായി കണ്ണൂർ കോർപ്പറേഷന്റെ സാമൂഹിക അടുക്കള ഒന്നും മുടക്കിയിട്ടില്ല. കണ്ണൂർ കോർപ്പറേഷൻ ഭാരവാഹികളുടെ മേൽനോട്ടത്തിലാണ് സാമൂഹിക അടുക്കളയുടെ സേവനം നടക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 28ാമത്തെ ദിവസമാണ്. ആദ്യത്തെ 4-5 ദിവസക്കാലം 600-700ഓളം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതാണ്. പിന്നീട് അതിനുശേഷം ഏകദേശം 400 പേരിലേക്ക് പരിമിതപ്പെടുത്തിയെങ്കിലും അത് ആവശ്യമായ രൂപത്തിൽ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്ന ആളുകൾക്കും ക്വാറന്റൈനുള്ള ആളുകൾക്കും അതിലുപരിയായി അനാഥരായ ആളുകൾക്കും ഒക്കെയായി അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ഒക്കെ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. 4 നേരം, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ചോറ്, അതുപോലെ തന്നെ വൈകുന്നേരം ചായയും ബിസ്ക്കറ്റും, രാത്രിയുള്ള ഭക്ഷണം, അങ്ങനെ 4 നേരവും ഭക്ഷണം കൊടുത്തുകൊണ്ടാണ്. അത് കിട്ടുന്ന ഒരു സംതൃപ്തി എത്രമാത്രം പറഞ്ഞാലും തീരാത്ത. മേയർ